സോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഹാർദവമായി. പിന്നെ ഇത് നമ്മുടെ ഫസ്റ്റ് ഡെമോ വീഡിയോ ആണ്, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഐശ്വര്യമായിട്ട് ക്ലീൻ ചെയ്തിട്ട് തുടങ്ങാമല്ലേ? അകത്താരല്ലേ നോക്കാം. സോ ഇവനാണ് നമ്മൾ പറഞ്ഞ കക്ഷി. ഇവനോട് നമുക്ക് കിട്ടിയെന്ന് പറയുന്ന ഒരു സെൽഫോൺ മൗണ്ടറാണ്, നമ്മുടെ സെൽഫി സ്റ്റിക്കിൻ്റെ ഒരു അറ്റത്തുള്ള ഒരു സാധനം. സോ എന്നെക്കൊണ്ട് കഴിയുന്നത്ര ഞാൻ ഈ പ്രോഡക്റ്റിനെ ഒന്ന് റിവ്യൂ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൈസും മറ്റ് ഡീറ്റെയിൽസും ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇതിൻ്റെ താഴെ തന്നെ നമുക്ക് ക്വിക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. നമുക്ക് 3 ലെഗാണ് ഇതിൽ വരുന്നത്. ഈ 3 ലെഗും നമുക്ക് ഇതുവഴി ഈസി ആയിട്ട് അൺലോക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല അത്യാവശ്യം നല്ല നീളമുള്ള ലെഗൊക്കെയാണ്. മാത്രമല്ല നമുക്ക് ഈ ഉയരം മതിയായില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂട്ടാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇതിൽ കൂടി അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു 360 ഡിഗ്രിയിൽ നമുക്ക് നമ്മുടെ മൊബൈൽ റൊട്ടേഷൻ ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ഇതിലുണ്ട്. അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. മാത്രമല്ല ഇതിൽ നമ്മുടെ വീഡിയോസും ഷോർട്സ് എല്ലാം കുറച്ചുകൂടി ആക്യുറേറ്റ് ആക്കാൻ ഒരു ഇൻബിൽറ്റ് സ്പിരിറ്റ് ലെവലൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 വീക്കോളം ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അനുഭവങ്ങളിൽ മൊത്തം എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോവുകയാണ്. സോ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ചെറിയൊരു എഡിറ്റിങ്ങിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് ശരിയാക്കാം. സോ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യാൻ പറ്റിയ സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ബീച്ചാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു നാച്ചുറൽ പ്ലേസ് ആയിരിക്കും ഏറ്റവും നന്നുണ്ടാവുക. കാരണം നമ്മുടെ ഈ ഫോട്ടോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ റിസൾട്ട് അത് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ തന്നെ കാണുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് പറയാൻ മടിക്കരുത്, മറക്കരുത്. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ പറയേണ്ടത് ഇതിൻ്റെ ബിൽ ക്വാളിറ്റിയാണ്. അത്യാവശ്യം നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ഒരു ഇതാണ്. ആ ബഡ്ജറ്റ് ഒന്ന് കാണട്ടെ. സോ ഇതിൻ്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. സോ നമ്മുടെ പ്രോഡക്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്ലൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഹോൾഡർ കണ്ടോ? ഈ ഹോൾഡറിൻ്റെ അവിടെ പിങ്ക് കളറല്ലേ? ശരിക്കും ഈ ബ്ലാക്ക് ഇതാണ് അവിടെ ഉള്ളത്. അവിടെ ഞാനിപ്പോൾ ഇത് മാറ്റിയിട്ട് വേറെ ഒന്നിട്ടാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നട്ടായിരിക്കും ഓൾറെഡി ഇവിടെ ഉണ്ടാകുക. അപ്പോൾ നമ്മൾ ഈ സംഭവം ഇതിവിടെ ഇട്ടിട്ട് ഇങ്ങനെ ആയിരിക്കും ടൈറ്റ് ചെയ്യുക. ഇത് ഓവർ ടൈറ്റ് ചെയ്യുന്നവരെ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ത്രെഡില്ലേ അത് അപ്പാട് അങ്ങ് പോവും, ഇളകിപ്പോവും. അപ്പോൾ നമ്മൾ ഇട്ട് ടൈറ്റ് ചെയ്യുന്നേരം ഈ പൈസക്ക് ഈ പ്രോഡക്റ്റും വാങ്ങി പിന്നെ ഇത് ഇട്ട് ടൈറ്റ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ മേൽഭാഗം അങ്ങ് പൊരിഞ്ഞങ്ങ് പോരും. അപ്പോൾ നമ്മൾ ഈ പ്രോഡക്റ്റ് വാങ്ങി എന്തായി? വെറുതെ തലയില്ലാണ്ട് ശരീരം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതുപോലത്തെ ഒരു അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും ഇത് എത്ര കാലം നിൽക്കുന്നുള്ളത്. സോ വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ഉണ്ടാക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഉദ്ദേശം അത്രേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ പ്ലാൻസ് ഉണ്ട്, അതൊക്കെ വരുന്ന വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ തൽക്കാലം ഇവിടെ നെക്സ്റ്റ് വീഡിയോ വേണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ ഇടുക. പിന്നെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളും പറയാൻ മറക്കരുത് കേട്ടോ. പിന്നെ പറയാനുള്ള കാര്യങ്ങൾ തുറന്നടിച്ച് പറഞ്ഞാലേ നമ്മൾ അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ തീർച്ചയായിട്ടും കാണാം. See you soon. കുംഭസാരം ചൊല്ലും പൊന്നു മലയാളി, നിനക്കു നീ തന്നെയാണ് എതിരാളി. നടുനില ഇപ്പോൾ തരുണി മണികൾ, അവർക്കേറെയുണ്ട് കഥകൾ. സദാചാരം നോക്കും വിരണ്ട നരകൾ, പകൽ മാന്യന്മാർ പരമദ്രോഹികൾ. ചങ്കുറപ്പന്റെ കൂടെ പിറപ്പ് വരും അംഗത്തിനായൊത്ത് കച്ചമുറുക്ക്, തല കുമ്പിട്ടു നിൽക്കാതെ നെഞ്ചു